ഇന്ന് പശ്ചിമേഷ്യൻ മേഖലയിലേക്കും തിരിച്ചും എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്ന് 58 സർവീസുകൾ നടത്തും. ജിദ്ദ, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകളുമാണ് ഇരു വിമാന കമ്പനികളും മുടക്കമില്ലാതെ തുടരുന്നത്. ഇന്ന് പശ്ചിമേഷ്യൻ മേഖലയിലേക്കും തിരിച്ചും എയർ ഇന്ത്യ എക്സ്പ്രസും കൂടെ ചേർന്ന് ആകെ 58 ഷെഡ്യൂൾഡ്, നോൺ ഷെഡ്യൂൾഡ് സർവീസുകളാണ് നടത്തുക. ജിദ്ദ, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ഇരു വിമാന കമ്പനികളും മുടക്കമില്ലാതെ തന്നെ തുടരുകയാണ്. പ്രധാന സർവീസുകൾ നോക്കിയാൽ ജിദ്ദയിലേക്ക് ആകെ 8 വിമാനങ്ങളാണ് ഇന്ന് സർവീസ് നടത്തുക. ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് എയർ ഇന്ത്യയും ഹൈദരാബാദ്, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും ജിദ്ദയിലേക്ക് ഓരോ റൗണ്ട് ട്രിപ്പ് വീതം നടത്തും. എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കറ്റിലേക്ക് 14 ഷെഡ്യൂൾഡ് സർവീസുകളാണ് നടത്തുക. കൊച്ചിയിൽ നിന്ന് 2 റൗണ്ട് ട്രിപ്പുകൾ ഉണ്ടാകും. കൂടാതെ ഡൽഹി, മുംബൈ, കണ്ണൂർ, തിരുവനന്തപുരം, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ റൗണ്ട് ട്രിപ്പുകളും ഇതിൽ ഉൾപ്പെടും. പശ്ചിമേഷ്യയിലെ മറ്റ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും തിരിച്ചും കൂടുതൽ താൽക്കാലിക വിമാന സർവീസുകൾ ആരംഭിക്കാനുള്ള എല്ലാ സാധ്യതകളും എയർ ഇന്ത്യ ഗ്രൂപ്പ് പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് വിവിധ കമ്പനികൾ 14 സർവീസുകളായിരുന്നു നടത്തിയിരുന്നത്. തിരിച്ച് കൊച്ചിയിലേക്ക് 16 സർവീസുകളും ഉണ്ടായിരുന്നു. മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് 4 സർവീസുകളാണ് നടത്തിയത്. ഷാർജ, ദുബായ്, അബുദാബി, റിയാദ് എന്നിവിടങ്ങളിൽ നിന്ന് 2 സർവീസ് വീതവും ജിദ്ദ, ദോഹ, കുവൈറ്റ്, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ സർവീസുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് പശ്ചിമേഷ്യൻ മേഖലയിലേക്കും തിരിച്ചും എയർ ഇന്ത്യ എക്സ്പ്രസും കൂടെ ചേർന്ന് 58 സർവീസുകളാണ് നടത്തുക. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.